ഹായ് ഗായ്സ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ്. സോ അടുത്തൊരു ട്രിപ്പായിട്ട് നമ്മൾ ഗോവയ്ക്ക് പോവുകയാണ്. അപ്പോൾ ഗോവൻ വിശേഷങ്ങളായിരിക്കും ഇനിയുള്ള ഈ ഒരു ലോങ് വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. ഗോവൻ വിശേഷങ്ങൾ മാത്രമല്ല, അവിടെ പോകുന്നതും എല്ലാം നമ്മൾ കാണിക്കുന്നു ഈ ഒരു ട്രിപ്പിൽ. അപ്പോൾ നമ്മൾ ട്രെയിന് വന്ദേ ഭാരതാണ്. ട്രെയിന് ശരിക്കും മൂഞ്ചിയ അവസ്ഥയാണ്, ഇതുവരെ വന്നിട്ടില്ല. അത് വേറെ കാര്യം. 9:30 ട്രെയിനാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ കുറച്ച് നേരത്തെ വന്നു, വൈകുന്നേരം വന്ന് കുറച്ച് എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നേക്കുന്നത്. പോസ്റ്റ് ആയ അവസ്ഥയാണ് ഗൈസ്. വന്ദേ ഭാരതി കാണിക്കുന്നത്. എത്ര നേരമാണ് പോസ്റ്റ് ആയിരിക്കുന്നത്? ഞാനിവിടെ 5 മണിക്ക് ഞാൻ വന്നതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ. മൂഞ്ചി അവസ്ഥയാണ് ഗൈസ്, സത്യം പറയാലോ. ട്രെയിന് വരുന്നേ ഉള്ളൂ. ഇപ്പോഴാണ് വന്ദേ ഭാരതി കാണിക്കുന്നത്. വന്ദേ ഭാരതിന് പോയാൽ പെട്ടെന്ന് എത്തുമെന്നും പറഞ്ഞിട്ടാണ് മംഗലാപുരത്തോട്ട് പോകുന്നത്. പക്ഷെ ഇതുവരെ വന്ദേ ഭാരത് വന്നില്ല. ലേറ്റാണ്. എത്ര മണിക്കൂർ? 11 മണി. ഇനിയിപ്പം മംഗലാപുരം വഴി ഗോവയ്ക്ക് പോകാൻ ട്രിപ്പൊക്കെ എന്താണെന്ന് അറിയില്ല ഗൈസ്. എന്താണ് വന്ദേ ഭാരത് ഇങ്ങനെയൊക്കെ ചെയ്യാവോ? എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഗൈസ്? വന്ദേ ഭാരത് ഒത്തിരി ലേറ്റാണ്. ഇതുവരെ ഈ സ്റ്റേഷനിൽ വന്ദേ ഭാരത് വന്നില്ല. ബിക്കോസ് ലേറ്റാണ്. ഞാൻ 5:30-6 മണിക്ക് വന്നത്, ഇതുവരെ വന്നില്ല. 11 മണിയാവുന്നു ഗൈസ്. ഇപ്പോഴാണ് അനൗൺസ്മെന്റ് പോലും ഞാൻ ചെയ്യുന്നത്. എന്ത് ലേറ്റാണ്? കുറേ നേരം ലേറ്റ് ആയത് മാത്രമല്ല, കുറേ ആദ്യം പറഞ്ഞു 9:30-ക്ക് വരും, പിന്നെ പറഞ്ഞു 10 മണിക്ക് വരും, പിന്നെ പറഞ്ഞു 11 മണിക്ക് വരും. 11 മണിയാവാറായി. എന്താ 1 മണിക്കൂർ 18 മിനിറ്റ് ലേറ്റാണെന്ന് പറയുന്നത്. പക്ഷെ ഇതുവരെ വന്നില്ല. വന്നിട്ട് കയറിയിട്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് അവിടുന്ന് മംഗലാപുരം ഇറങ്ങും. മംഗലാപുരത്ത് നിന്ന് ഞങ്ങൾ നേരെ എന്ത് ചെയ്യും? ബസ്സിൽ പോയിട്ട് അതൊക്കെ നമുക്ക് ഞാൻ കാണിക്കാം. ഷോർട്സിലും കാണിക്കാം, ഇതിലും കാണിക്കാം ഗൈസ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മുടെ കഥാനായകൻ എഴുന്നള്ളി വരുവാണ് ഗൈസ്. മന്ദം മന്ദം ഒഴുകി വരുന്ന പോലെ ട്രെയിൻ വരികയാണ് ഗൈസ്. ഇന്നെങ്ങാനും വരുമെന്തോ. ഒന്ന് വേഗം വാ എൻ്റെ വന്ദേ ഭാരത്. ആദ്യത്തെ കയറൽ ഇങ്ങനെയാവുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ഇതെന്റെ കന്നി യാത്രയാണ്. ഇത് ഇങ്ങനെ ലേറ്റ് ആവുമെന്ന് ഒട്ടും വിചാരിച്ചില്ല ഗൈസ്. അതിന്റെ ഉള്ളിൽ കയറി ബാഗൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കാം. ഫൈനലി വന്ദേ ഭാരതിൽ കയറി കാണാം ഗൈസ്. ഞങ്ങൾ വന്ദേ ഭാരതിൽ കയറി ഞങ്ങൾ മംഗലാപുരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ട്രെയിൻ എടുത്തിട്ടേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ട്രൈ ചെയ്യാം. അങ്ങനെ ഹോട്ട് വാട്ടറിൽ മിക്സ് ചെയ്ത കോഫി ഞാനിതാ കുടിക്കാൻ പോവാണ്. ആക്ച്വലി ഇത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സീറ്റിൽ ഇത് കോംപ്ലിമെൻ്ററി ആയിട്ട് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ആഡ് ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ ആണ്. പിന്നെ ഫുഡ് ആഡ് ചെയ്യാനുള്ളവർ ഫുഡ് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ കോഫിയാണ്. ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. കോഫി നല്ല ടേസ്റ്റാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ കോഫി പൗഡറിൽ തന്നെ ഷുഗറും ഉണ്ടാവും, അതുകൊണ്ട് ഷുഗർ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. ഇതാണ് വന്ദേ ഭാരതിൻ്റെ ബാത്റൂം. കാണിക്കുമ്പോൾ എല്ലാം കൂടെ കാണിക്കണല്ലോ, അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കില്ല. എനിക്ക് എപ്പോൾ ഒരു ശൈലിയാണ് ഇങ്ങനത്തൊക്കെ എടുക്കാനായിട്ട്. വലിയ രീതിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാനിത് എക്സ്പ്ലോർ ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം പലരുടെയും വ്ളോഗ് ഇത് കഴിഞ്ഞ് കാണും. കാരണം ഞാൻ ഇത് വന്ന് 2 കൊല്ലമായിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും പേരുടെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് ഗോവയ്ക്ക് പോകുമ്പോൾ. ഇതിൽ ആദ്യമായിട്ടായതുകൊണ്ട് ഇതിൽ ജസ്റ്റ് എന്തൊക്കെ കാണിക്കേണ്ടത്, എന്തൊക്കെ എടുക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ പറയാനുള്ളത് ലഗേജ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ബാക്കിയൊക്കെ ഞാൻ കാണിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാരും ഇവിടെ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ ഒരുത്തൻ ചളി പറഞ്ഞ് എല്ലാരും വെറുപ്പിക്കുകയാണ് ഗൈസ്. ഇതിൽ ഡോറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് തുറക്കും. എനിക്ക് അവിടെ ഇരുത്തം ഇല്ലായിരുന്നു സീറ്റില്. വന്ദേ ഭാരതിലാണ് ഉള്ളത്. ഫസ്റ്റ് ടൈം നമ്മളെ ഡോറൊക്കെ സത്യം പറഞ്ഞാൽ അതിൽ കയറിയ ശേഷം ഞാൻ തേരാപ്പാര നടന്ന് റീൽസ് വ്ളോഗൊക്കെ എടുക്കലും ഫോട്ടോസ് എടുക്കലായിരുന്നു മെയിൻ പണി. എന്താണെന്ന് വെച്ചാൽ അവിടെ ഇരിക്കാനേ തോന്നിയില്ല. അപ്പോൾ നമുക്ക് ഗോവ എത്തിയിട്ട് കാണാം അടുത്ത വീഡിയോ ഗായ്സ്. അങ്ങനെ ഗോവ ബീച്ചിലെത്തി. ഞങ്ങൾ കുളിക്കാൻ പോവാണ്. ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ അറിയില്ല, എൻ്റെ മൈക്ക് എന്തോ കണക്റ്റ് ആവാത്തതുകൊണ്ടാണ്. ഞങ്ങൾ കുളിക്കുന്ന വീഡിയോസ് കാണാം. ഞങ്ങൾ കുളിച്ച് ബീച്ചിൽ ഷോർട്സൊക്കെ ഇട്ടിട്ടാണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ. എനിക്ക് ഇങ്ങനത്തേനോടൊന്നും താല്പര്യമില്ല, പക്ഷെ ബീച്ചിൽ വന്നാൽ നമ്മൾ കുളിക്കണം. മെയിൻ ഗോവ ബീച്ചിലെത്തിയതും ഞാൻ സ്വർഗത്തിലെത്തിയ പോലെ ആയിരുന്നു. കാറ്റൊക്കെ പറക്കുന്നുണ്ടായിരുന്നു, മുടിയൊക്കെ പാറി ഞാനിങ്ങനെ ഓടിക്കളിക്കായിരുന്നു. സ്വർഗത്തിലെത്തിയ പോലെ ഉണ്ടായിരുന്നു. ഇതുപോലെ ക്ലീൻ ബീച്ച് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ വസ്ത്രമൊന്നും നിങ്ങൾ വലിയ കാര്യമാണ് കണ്ട. അവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ആണല്ലോ. അന്നേരം നമ്മളങ്ങനെ ഓടിച്ചാടിയൊക്കെ കളിക്കുകയായിരുന്നു. ഞാൻ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ബീച്ച് കുളിക്കാൻ പോവാണ്. പേടിയുണ്ട് ചെറുതായിട്ട്.
നല്ല രസമുണ്ട് ഗായ്സ്. ആ ചേച്ചീൻ്റെ അടുത്ത് പോവാ. നമ്മളെ തള്ളിയിട്ട് കൊണ്ടുപോകും ഗായ്സ്. ഇത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിറങ്ങി രാവിലെ തന്നെ അങ്ങ് ശുദ്ധിയായേക്കാന്നോർത്ത് കുളിച്ച് ഗൈസ്. മുങ്ങിയൊന്നുമില്ല. കുളിയൊക്കെ കഴിഞ്ഞ് ഈ പുലാവ് അങ്ങോട്ട് കഴിച്ച് 2 പ്ലേറ്റ് കഴിച്ച് നല്ല വിശപ്പുണ്ടായിരുന്നു. കുളിച്ചോണ്ടാണോ അറിയില്ല, ബീച്ച് കുളിച്ചതിൻ്റെ എഫക്റ്റ് ആയിരിക്കും. നല്ല വിശക്കുന്നുണ്ടായിരുന്നു. ചോറ് വേണം ചോദിച്ചപ്പോൾ ചോറ് വേണ്ട, താലി ഒന്നും വേണ്ട, ഈ ഒരു പുലാവ് മതി എന്നും പറഞ്ഞ് ഞാൻ ആകെ ഒരു പ്ലേറ്റിൽ കഴിച്ചു. പിന്നെയും വിശപ്പ് മാറാത്തതുകൊണ്ട് ഒരു പ്ലേറ്റും കൂടെ എടുത്ത് എല്ലാവർക്കും ഷെയറൊക്കെ ചെയ്തു. ഞാൻ കഴിച്ചാൽ വെച്ച് ബെസ്റ്റ് പുലാവാണ്. ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു, അത്രയ്ക്ക് ഇഷ്ടമായി. അത് കഴിഞ്ഞ് ബസ്സിൽ ഉഗ്രൻ ഡാൻസ് ആയിരുന്നു. എല്ലാവരും അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണം മാറ്റാനായിരിക്കും ചിലർ എന്താ പറയുക സൈലൻ്റ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആരും ഇറങ്ങി ഡാൻസ് കളിക്കുന്നില്ല. ചിലർ മാത്രമാണ് ഡാൻസ് കളിച്ചത്. ഞാനിങ്ങനെ ഈ ഒരു സോങ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് കളിച്ചില്ല. അടുത്ത സോങ്ങിലൊക്കെയാണ് കളിച്ചത്. അത് വേറെ കാര്യം. എനിക്ക് പിടിക്കാത്തൊരു സോങ് ആയിപ്പോയി. പിന്നെ ഞാൻ ഉഗ്രനായിട്ട് ആക്റ്റീവായിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ആക്റ്റീവായിട്ട് അങ്ങ് കളിച്ച്. അപ്പോൾ എല്ലാവരും ചിലരൊക്കെ അവിടെ കണ്ടില്ലേ പടായിട്ട് ഇങ്ങനെ ഉറങ്ങി സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഉറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ചിലർ ഡാൻസ് ഒന്നും കളിച്ചില്ല, ഇങ്ങനെ സൈലൻ്റ് ആയിരുന്നു. ചിലർ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഉച്ചത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ആക്റ്റീവായിരുന്നു. ചിലർ രാവിലത്തെ കഴിച്ചത്, ചിലർ ഉച്ചക്കൊന്നും കഴിച്ചില്ല. ഉച്ചത്തെ ഫുഡ് കഴിച്ചുകൊണ്ടാണ് ഞാൻ ആക്റ്റീവായത്, കാരണം രാവിലെ ഒന്നും കഴിച്ചില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ അഗോഡ ഫോർട്ടിലോട്ടാണ് പോയത്. ഇവിടെയാണ് ഇന്ന് ആദ്യത്തെ പ്ലേസ് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ലേറ്റായി എങ്കിലും നല്ല വെയിലുണ്ട്. തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. നല്ല ബീച്ച് എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. നാട്ടിലെ കോവളം ബീച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. ഞാനത് വീഡിയോ പറയുന്നുണ്ട്, എന്നാലും എനിക്ക് ഈ ബീച്ച് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഗൈസ്. എന്താ അറിയില്ല, അവിടുത്തെ ഫോട്ടോ എടുക്കാനും ഭയങ്കര ലുക്കായിരുന്നു. ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ബീച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമായി. ഒന്നുകൂടെ പോകാൻ തോന്നും. അത്ര മടുക്കില്ല. അത്രയ്ക്ക് നല്ലൊരു സ്ഥലമായിരുന്നു ഗോവയിൽ. ഞാൻ പോയ ബെസ്റ്റ് സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളെന്തായാലും പോവുക എന്തായാലും. അപ്പം ഞാൻ അഗോഡ ഫോർട്ടിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ നല്ലൊരു ബീച്ചാണ്. ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല കാഴ്ചയാണ്. നിങ്ങൾ കാണുമ്പോൾ ഇവിടുന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് ഗോവയിൽ പറ്റിയൊരു സ്പോട്ടാണ്. നിങ്ങൾ എന്തായാലും ഇവിടെ മസ്റ്റ് വിസിറ്റാണ് ഗൈസ്. എന്തായാലും വന്നിരിക്കും. നമ്മൾ ഈ യാത്രിക എന്ന് പറഞ്ഞൊരു ടീമിൻ്റെ കൂടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 2 ഡേയ്സ് പാക്കേജ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ നമ്മൾ കറങ്ങും ഗൈസ്. അപ്പോൾ അവിടെ നല്ല ബീച്ചാണ്. നമുക്ക് ബീച്ചിലൊക്കെ പോകണം. ഞാൻ ജസ്റ്റ് ഇവിടെ വന്നേ ഉള്ളൂ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. നല്ലൊരു റൗണ്ടാണ്. നിങ്ങൾക്ക് ഈ ഷേപ്പ് കാണുമ്പോൾ ഒരു ഐലൻഡ് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സോ നമ്മൾ ഇന്ന് നോർത്തും സൗത്തൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഫുള്ള് നമ്മൾ കോവളം ബീച്ചൊക്കെ പോയ പോലെയാണ് എനിക്കൊരു എക്സ്പീരിയൻസ് തോന്നിയേക്കുന്നത്. കാരണം ഗോവയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നാലും ഈ ഒരു ബീച്ചൊക്കെ കാണുമ്പോൾ ഈ കോവളത്തൊക്കെ പോയ ആ പാരച്യൂട്ടൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഫീലാണ് വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല സ്ഥലമാണ് ഗൈസ്. ഫോർട്ടിൽ നിന്ന് നേരെ ബീച്ചിലേക്കാണ് ഇറങ്ങിയത്. കാലൊന്നും നനയ്ക്കാൻ നിന്നില്ല, കാരണം ഹീൽ ചെരുപ്പായതുകൊണ്ട് ജസ്റ്റ് ഫോട്ടോസും വീഡിയോസും എടുക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിയതായിരുന്നു. നല്ല ഉഗ്രൻ ലുക്ക് കിട്ടും, കാരണം നല്ല ബീച്ചാണ്. നമ്മളെ ചെന്നൈയിലെ പോലെ ഉപ്പ ബീച്ചൊന്നുമല്ല, ഗോവൻ ബീച്ച് തന്നെയാണ് ഗൈസ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞ് അമ്മ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇളനീർ ജ്യൂസൊക്കെ കഴിച്ച് കുറച്ചൊന്ന് ടയേർഡൊന്ന് മാറ്റി എനർജറ്റിക് ആവാൻ നിർത്തി. നമ്മൾ എനർജറ്റിക് ആയാലേ ഇന്നത്തെ ട്രിപ്പ് ഫുൾ സക്സസ്ഫുൾ ആവുള്ളൂ. നമ്മൾ എനർജി ഇല്ലെങ്കിൽ അതൊക്കെ ഒന്ന് ഷോക്കായിരിക്കും. അതുകൊണ്ട് ഒരു ലെമൺ സോഡയും കഴിച്ചു. നല്ല വിലയാണ് എല്ലാത്തിനും, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഓരോന്നൊക്കെ കഴിച്ച് ഇങ്ങനെ എനർജറ്റിക് ആവും തോറും നമ്മൾ ഉഷാറാവും ഗൈസ്. അവിടെ നിന്ന് നേരെ റൂം ചെക്കിങ് ചെയ്യാനാണ് വന്നത്. ഇതിൻ്റെ വിൻഡോയും ഇന്ത്യയുടെ ഡിസൈൻസും കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് നമ്മുടെ റൂം ടൂർ ആണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. ഹായൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട്. നമ്മളെ മിറർ, ബാത്റൂം ഇതൊക്കെയാണ് നമ്മളെ റൂമിലുള്ളത്. നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട്, പക്ഷെ കുളിക്കാൻ പറ്റിയില്ല. ഈവനിങ് നമ്മൾ റൂമിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ബീച്ചിലാണ് വന്നത്. കല്ലങ്കട്ട ബീച്ച് എന്ന് പറയും. ഇവിടെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ ഉണ്ട്. നമ്മൾ അത് രാത്രി കഴിക്കാൻ നിങ്ങൾ കാണും. പക്ഷേ ഞാൻ ഇതിൻ്റെ ഇടയിലൊക്കെ കയറി വീഡിയോ എടുത്തതാണ്. ഹാർട്ടിൻ്റെ ഒരു ചിഹ്നമൊക്കെ ഉള്ള നല്ല ഭംഗിയാണ്. ജസ്റ്റ് ഇടയിൽ കയറി, പക്ഷെ അത് എടുക്കാൻ പാടില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഇടയിൽ കയറി എടുത്തു എന്നേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ബീച്ചാണ്. അവിടെ ഫുൾ മ്യൂസിക്കൊക്കെയാണ്. കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാണ് വോയിസ് ഓവർ തന്നെ ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഗൈസ്. കാണാം.
കഴിക്കുന്നതിന് മുന്നേ ഈ ഡ്രീം ക്യാച്ചറും പിന്നെ ഒരു മാഗ്നറ്റും ഞാൻ മേടിച്ചിരുന്നു. അവിടുന്ന് ഗോവയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഇത് രണ്ടെണ്ണം ചെയ്യണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും ഞാൻ ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയി ഗൈസ്. അങ്ങനെ നമ്മൾ ട്രിപ്പിലുള്ള ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ കഴിക്കാൻ വേണ്ടി എല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ ഹായ് പറയുന്നുണ്ട്. എൻ്റെ ട്രിപ്പിൽ കിട്ടിയ എൻ്റെ ന്യൂ ഫ്രണ്ട്സാണ്. അവരിങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഹായ് പറയുന്നുണ്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. പിന്നെ അവിടെ ഫുൾ വൈബാണ്, പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ പബ്ബും കാര്യങ്ങളും എന്തൊക്കെയോ ആണ്. അപ്പോൾ നമ്മൾ ഇവിടുന്നാണ് ഡിന്നർ കഴിക്കുന്നത്. ബീച്ചിൻ്റെ അരികത്ത് നിന്ന് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ നല്ല വൈബാണ്. ഞാൻ ഇങ്ങനെ ക്യാൻഡിലൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. ഇതാണ് ക്യാൻഡിൽ ലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമാണ്. ഇവിടെ ജയേട്ടൻ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. സോ ഇത് നമ്മുടെ യാത്രികയുടെ ട്രിപ്പാണ്. ജയേട്ടനാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ. ചാനൽ നിങ്ങൾ അവിടെ ചെക്ക് ചെയ്തോളൂ. വേണേൽ ലിങ്കൊക്കെ ഞാൻ കൊടുത്തേക്കാം. യാത്രിക എന്ന് പറഞ്ഞ പേജൊക്കെ ഉണ്ട്. ട്രിപ്പൊക്കെ പോകുന്നതാണ്. നമ്മൾ അതിലൂടെയാണ് വന്നേക്കുന്നത്. ഇത് അരീക്കോട് ഉപസഭേൻ്റെ ഒരു ഇതിൽ വന്നതാണ് ട്രിപ്പ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സാധ്യമായത്. അരീക്കോട് ഉപസഭയ്ക്ക് എൻ്റെ എല്ലാ നന്ദികളും അറിയിക്കുന്നു. അവിടെ മൊത്തത്തിൽ വൈബാണ്. ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ മാത്രമല്ല, പാട്ടൊക്കെ വെച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തകർക്കുവാണ്. കാരണം ഇങ്ങനെ രാത്രി ഇനി ഒരിക്കലും ലൈഫിൽ വരാൻ പോണില്ല. വന്നാലും ഇല്ലേലും ഇത് വൈബാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ വരുമോ എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. പിന്നെ അതെന്തായാലും അടിപൊളിയാണ് ഇങ്ങനെ ഡിന്നറൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞാൽ ലൈഫിൽ. പിന്നെ പനീറായിരുന്നു കറിയായിട്ടുണ്ടായിരുന്നത്. റൊട്ടി അങ്ങനത്തെ ഒക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പരിപ്പിൻ്റെ ഒരു കറിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇതാണ് കഴിച്ചത്. എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പനീർ പൊതുവേ ഒരു ഫാനാണ് ഞാൻ. പക്ഷേ എനിക്കിത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഗോവയിൽ പോയിട്ട് വെജ് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വെജൊക്കെ അവിടെ ഉണ്ട് ഗൈസ്. വെജ് കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വെജൊക്കെ ഉണ്ട്. ഇമാതിരി വൈബ് വേറെ എവിടെയും കിട്ടിയിട്ടില്ല. കാരണം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയി ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ ഇതിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി കുറേ പേര് ചേർന്ന് ഞങ്ങളെ കൂടെ ഉള്ളവരുടെ കൂടെ ഡാൻസൊക്കെ കളിച്ച് വൈബായിരുന്നു. ഇപ്പോൾ കൂടെ ഞാൻ അവിടെ വൈബ് ചെയ്യുന്നുണ്ട്. അത് ലാലേട്ടൻ്റെ സോങ് ആണ്. വേൽമുരുക എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയോ സോങ് ഉണ്ടായിരുന്നു. മലയാളമൊക്കെ കേട്ടപ്പോൾ നമ്മുടെ മലയാളം സോങ് ആണല്ലോ ഇവിടെയെന്നൊക്കെ ആലോചിച്ച് അത്രയ്ക്കും വൈബായിരുന്നു. എൻജാതി വൈബ് എന്ന് പറയാനാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനൊരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമായിട്ടുണ്ട്. നമ്മുടെ സ്വിമ്മിംഗ് പൂള് ഇവിടെ ഇപ്പോൾ ക്ലീനിങ് ആയതുകൊണ്ട് കയറി കുളിക്കാനൊന്നും പറ്റത്തില്ല. രാത്രി 9 മണി വരെ ക്ലോസിംഗ് ആണ്. കുറേ പേര് അവിടെ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ 9 മണിക്ക് ശേഷമേ പൂള് ഓപ്പൺ ചെയ്യുള്ളൂ. അതുകൊണ്ട് പൂള് മിസ്സായി. ഇനി അടുത്ത ഏതെങ്കിലും ട്രിപ്പിൽ അത് നോക്കാം. റൂം ടൂർ ഞാൻ ഇന്നലെ എടുത്തു. പക്ഷേ റൂമിലൊന്നും ഞാൻ പ്രത്യേകിച്ച് വീഡിയോ എടുത്തത് ആ ഒരു കോലത്തിലായതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് 8:30 ചെക്കൗട്ട് ആയത്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റും കോഫിയും ഉണ്ട്. അപ്പോൾ ആദ്യം കോഫി കുടിച്ചിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ്. സോ അന്നേരം റൂമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് റെഡി ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. റെഡി ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ട് ഇപ്പോൾ എടുക്കുന്നതാണ്. മോർണിംഗ് നമ്മൾ നോർത്ത് ഗോവയിലാണ് പോകുന്നത്. സോ നോർത്ത് ഗോവയിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകും. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാമെന്ന് അറിയില്ല. ഇന്നലെ തന്നെ ഒരു 2 ബീച്ചേ പോയുള്ളൂ. ബാക്കിയൊക്കെ ബീച്ചായിട്ട് ഞാനെങ്കിൽ സഹിച്ച്. പിന്നെ ചർച്ചും അമ്പലമൊക്കെ പോകും. നല്ല ഇവിടെ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു സ്ഥലം. അതിൻ്റെ അവിടെ ഒരു അമ്പലമുണ്ട്. നമുക്കതൊക്കെ പറ്റിയാൽ പോവാം ഗൈസ്. ഇത് കോംപ്ലിമെൻ്ററി കോഫിയല്ല. അത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച കോഫിയാണ് ഗൈസ്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ചിങ്ങനെ ഉല്ലസിച്ച് അവിടെ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും. ഞാൻ ജസ്റ്റ് കോഫിയൊക്കെ കുടിച്ചിങ്ങനെ വ്ലോഗ് ചെയ്യാമെന്ന് ഓർത്തു. എൻ്റെ റിസോർട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന ആദ്യത്തെ ഒരു വ്ലോഗാണ് ഗൈസ്. ബൈ പൂളിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നിന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ടെക് ട്രാവൽ ഈറ്റിൻ്റെ വ്ലോഗെല്ലാം കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഒരു വ്ലോഗ് എടുക്കാൻ ഏത് വ്ലോഗറിനും ആഗ്രഹം ഉണ്ടാവും. ബൈ നമ്മൾ അടുത്ത ഇഡ്ഡലിയാണ് കഴിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഇഡ്ഡലി കുറവായിരുന്നു. 2 ഇഡ്ഡലി അങ്ങ് തൂക്കി അങ്ങ് കഴിച്ചു. പിന്നെ അവിലുപ്പുമാവ് ഉണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെ കഴിച്ചു. അതിന് രണ്ടാമതെങ്ങാനും പോയി എടുത്തതാന്ന് തോന്നുന്നുണ്ട്. കാരണം ഇഡ്ഡലി പിന്നീട് അങ്ങാനാണ് വന്നത്. ഞാൻ പിന്നെ എടുക്കാനൊന്നും പോയില്ല. നമ്മൾ റൂമിൽ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബസ് വരുമ്പോഴേക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ചാൽ റെഡി ആവുമെന്ന് ഓർത്തിട്ട് കിട്ടിയ ഇഡ്ഡലി വായിൽ അങ്ങ് വെച്ച് കഴിച്ച്. അപ്പോൾ ഇത് അവിലുപ്പുമാവുണ്ട്. അത് നല്ല ടേസ്റ്റാന്ന് തോന്നുന്നു. ഇഡ്ഡലി സാമ്പാർ കുഴപ്പമില്ല. എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അവിൽ ഉപ്പുമാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ കാണുന്നതാണ്. നിങ്ങളെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. ലൈക്ക് ഷെയറൊക്കെ ചെയ്തോളൂ. മാത്രമല്ല ഇന്ന് ഡേ 2 ആണ്. ഇന്ന് ഫുഡ് കഴിച്ചാൽ മാത്രമേ എനർജി ആയിട്ട് എനിക്ക് ട്രിപ്പും വ്ളോഗൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നൈറ്റ് ആകുമ്പോൾ ഞാൻ ടയേർഡ് ആവും. ഡേ 2 ആദ്യം തന്നെ കാണാൻ പോകുന്നത് ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്ന് പറഞ്ഞൊരു ചർച്ചൊക്കെയാണ്. ഇതിൻ്റെ ഉള്ളിൽ മ്യൂസിയം പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ 2 ചർച്ച് അടുത്തടുത്താണ്. എൻ്റെ ബാക്കിൽ കാണുന്ന 2 ചർച്ചും നമ്മൾ പുറത്ത് നോക്കിയത് ആദ്യം കാണാമെന്ന് ഓർത്തു. ഇവിടെ ഒരു ചർച്ചുണ്ട്. വലിയ ഓൾഡ് ടൈപ്പാണ്. ഇവിടെ നല്ല തിരക്കാണ്. ഫോറിനേഴ്സും അങ്ങനെയൊക്കെ ആയിട്ട്. സോ ഞാനിത് വെച്ചിട്ട് അപ്പോൾ നല്ല തിരക്കാണ്. ഇതാണ് ആ ചർച്ച്.
ഇതിൻ്റെ ഉള്ളിൽ ക്യാമറയൊന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പുറത്തുനിന്ന് ഓരോ വീഡിയോസൊക്കെ എടുത്തതാണ്. ഇതിൻ്റെ പുറത്തുനിന്ന് കാണുന്ന കാഴ്ചകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പേഴ്സണലി ഇതൊക്കെ ഉള്ളിലുള്ള ഒരു ചില കാഴ്ചകളാണ്. ഈ പഴയ ഡിസൈൻസും പുറത്തായാലും നല്ല ഭംഗിയുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഈ ഒരു ട്രിപ്പ് വന്നതുകൊണ്ട് എനിക്ക് നല്ല പുതിയ ഫ്രണ്ട്സിനെ കിട്ടി. ഇത് അവിടെ കണ്ട പോലത്തെ ഒരു ചർച്ചോ മറ്റേ മ്യൂസിയം പോലെ ടൈപ്പാണ്. അവിടെ തന്നെ ക്രിസ്ത്യൻ മതത്തിൻ്റെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്, അതേപോലെ തന്നെയാണ്. കയറുമെന്ന് അറിയത്തില്ല, നോക്കാം. കയറിയാൽ ഞാൻ അതിൻ്റെ ഉള്ളിൽ എന്തായാലും അലോ ആയിരിക്കില്ല. അവിടെ അലോ അല്ലായിരുന്നു, ഞാൻ അങ്ങനെ കാണിച്ചെടുത്തിട്ടില്ലായിരുന്നു. കാരണം അവിടെ റൂൾസ് ഉണ്ട്. സോ അതുപോലെ നമ്മൾ ഫോളോ ചെയ്യണം. നമ്മളെ ഉള്ളിൽ ഫോട്ടോ വീഡിയോസൊന്നും അലോഡല്ല. ഞാൻ അങ്ങനെ എടുത്തിട്ടുമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി ഞാൻ എന്തായാലും ഉള്ളിൽ കയറുന്ന കാണിക്കുന്നില്ല, പുറത്തുള്ള വ്യൂസ് മാത്രമാണ് ഗൈസ്. അപ്പം നമുക്ക് അത് കാണാം. പുറത്തുള്ളത് മാത്രമേ കാണാൻ പറ്റും. പുറത്ത് ഈ ബിൽഡിങ് നമ്മളെ ലയോള കോളേജൊക്കെ പോയ പോലെ തോന്നി. ലയോള കോളേജിൽ ഇതുപോലെ ചർച്ച പോയതും ഇതുപോലെ പോയതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ആക്ച്വലി. പിന്നെ അതുമാത്രമല്ല, അതൊക്കെ എനിക്ക് മനസ്സിലൂടെ ഇങ്ങനെ ഓർമ്മ കിട്ടുന്നു. ഈ മാവൊക്കെ പൂത്തു. ഇവിടെ ഒരു വലിയ കുരിശുണ്ട്, ബീരങ്കി എല്ലാം ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലെ മ്യൂസിയം കണ്ടത്. ഇത് രണ്ടും ഒരു ബിൽഡിങ്ങാണ്. അപ്പോൾ അവിടെ പോയി കണ്ടു. എല്ലാം മറ്റേ ബിൽഡിങ്ങിൽ കണ്ട പോലെ തന്നെയാണ്. മെയിനായിട്ട് കാണാനുള്ളത് ഓരോ ക്രിസ്ത്യൻസിൻ്റെ ഒരു പിക്ചർ, അതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ചർച്ച്. എനിക്കിതൊന്നും മനസ്സിലാവും. നമുക്കിതൊന്നും ആദ്യമായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയില്ല. പറഞ്ഞു തരാനൊന്നും അവിടെ എടുക്കാനും പാടില്ല. വേറൊരു കാര്യം ഒന്നും അറിയില്ല, നമുക്കൊന്നും മനസ്സിലാവില്ല. അവിടെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്കെല്ലാം മനസ്സിലായേനെ. പിന്നെ ഇത് നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടു വരുമ്പോഴേക്കും സമയം നമുക്കിങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് കണ്ടുവരേണ്ടത്. നല്ലൊരു പ്രശ്നമുണ്ട് ഗൈസ്. ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളു കാണാം. ഇവിടെ കുറേ ഗാർഡനൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ന്യൂ ഫ്രണ്ട്സ്. അരീക്കോട് നിന്ന് വന്നതാണ്. അടുത്തത് ഇന്ത്യൻ താലി കഴിക്കാൻ വേണ്ടി ഒരു തമിഴ് റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഒരു ചപ്പാത്തിയാണ് ആദ്യം കഴിക്കുന്നത്, പിന്നീടാണ് ചോറ് കഴിക്കുന്നത്. അവിടെ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. അപ്പോൾ ചോറും ബീട്രൂട്ടൊക്കെ ആയിരുന്നു. പിന്നെ സാമ്പാറും എന്തൊക്കെയോ കറികളൊക്കെ കൂട്ടി കഴിച്ചു. പിന്നെ ഒരു കൊക്കക്കോളയും കൂടെ കുടിച്ചു ഗൈസ്, ആദ്യമായിട്ട് അവിടുന്ന്. അപ്പോൾ പിന്നെ ഒരു ഐസ്ക്രീമും കൂടെ ആവാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു മാലയും ബ്രേസ്ലെറ്റും വാങ്ങി നേരെ കോൾവ ബീച്ചിലേക്ക് പോയി. അന്നേരം ഗോവയിലാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ദിവസമാണ് ബീച്ചിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. അപ്പോൾ ഗോവ ബീച്ചിലാണ് ഗൈസ്. ഇവിടെ അസ്തമയം കഴിഞ്ഞോ? ഇല്ല, ലൈറ്റായിട്ടുണ്ട്. ഇതിലൊക്കെ കാണുന്നില്ല, ഫോട്ടോയിലാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അവസാനത്തെ ദിവസമാണ് ഇന്ന്. എൻ്റെ മുടി കൂടി സെക്കൻഡ് ഡേ ആണ് ആക്ച്വലി. സൗണ്ട് കേൾക്കുന്നത് അറിയില്ല. ബീച്ചിലാണ് ഗോവയിൽ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കേരളത്തിലെ ബീച്ചൊന്നുമല്ല, ഗോവയാണ് ഗൈസ്. ഗോവ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ, സീ യു ഗൈസ്.